ഹായ്, ഞാൻ സുബിൻ വിയാർ. ഈ അടുത്ത കാലത്തായിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പല ആളുകൾക്കും സെക്ഷൻ 133(6) പ്രകാരം നോട്ടീസുകൾ വരുന്നുണ്ട്. പലർക്കും അത് ഇമെയിലായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ SMS വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് 133(6)ൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്, റെസ്പോണ്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റിന്റെ പോർട്ടലിൽ, നിങ്ങളുടെ ഇൻകം ടാക്സിന്റെ പോർട്ടലിൽ തന്നെ നോട്ടീസ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് സെക്ഷൻ 133(6) നോട്ടീസ്. മലയാളത്തിൽ ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് നമ്മുടെ ചാനലിലാണ്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് 133(6) നോട്ടീസസിലേക്ക് വരാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അല്ലെങ്കിൽ ഇൻകം ടാക്സ് എക്സിക്യൂട്ടീവ്സിന് ജനറൽ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് ഒരുപാട് അധികാരങ്ങളുണ്ട്. ഇൻകം ടാക്സ് ആക്ടിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് പല സ്ഥലത്ത് അതിനെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അപ്പോൾ സെക്ഷൻ 133(6) പ്രകാരം ഒരു ഇൻകം ടാക്സ് ഓഫീസർക്ക് പലരിൽ നിന്നും ഡാറ്റ കളക്ട് ചെയ്യാനായിട്ടുള്ള അധികാരമുണ്ട്. അതൊരു പ്രൊസീഡിങ്സിന്റെ ഭാഗമായിട്ടാവാം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ പരിശോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാവാം. പലപ്പോഴും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തതിന് ചില ആളുകൾ ഫാൾസ് ആയിട്ടുള്ള പല ക്ലെയിമുകളും നടത്താറുണ്ട്. ഇപ്പോൾ സെക്ഷൻ 80C ഡിഡക്ഷൻസ് മാക്സിമം ക്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം. 1.5 lakhs ക്ലെയിം ചെയ്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ 80D അല്ലെങ്കിൽ 80G ഇങ്ങനെയൊക്കെ ഉള്ള സെക്ഷൻസ് അൺനെസസറിലി യൂസ് ചെയ്തുകൊണ്ട് വലിയ ഒരു ക്ലെയിംസ് ചിലപ്പോൾ അവർ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻ ഇൻകം ടാക്സ് ഓഫീസേഴ്സിന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ക്രൂട്ടിനിയുടെ അല്ലെങ്കിൽ പ്രൊസീഡിങ്സിന്റെ ഇടയിൽ ഈ സെക്ഷൻ പ്രകാരം 133(6) പ്രകാരം അവർക്ക് അതിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ എന്തിൻ്റെ ബേസിലാണ് ഇങ്ങനെ ഒരു ക്ലെയിം എടുത്തിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കാനുള്ള അധികാരം ഈ സെക്ഷൻ പ്രകാരമുണ്ട്. അതുമാത്രമല്ല, ജനറലി പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്നത്, നിങ്ങളൊരു ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട് എന്ന് കരുതൂ, അല്ലെങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ പല ട്രാൻസാക്ഷൻസും ട്രാക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ട്രാൻസാക്ഷൻസും ട്രാക്ക് ചെയ്തതിന് ശേഷം അവർ ആദ്യം നോക്കുന്നത് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ എന്നാണ്. അപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ട് 133(6)ൽ നോട്ടീസ് അയക്കാറുണ്ട്. അപ്പോൾ ഈ നോട്ടീസ് എന്ന് പറയുന്നത് വളരെ കാഷ്വൽ ആയിട്ട് വരുന്ന ഒരു നോട്ടീസ് ഒന്നുമല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു നോട്ടീസ് തന്നെയാണ്. കാരണം നിങ്ങളെ പറ്റിയുള്ള ഒരു ഇൻഫർമേഷൻ ഓൾറെഡി അവർക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ലഭ്യമാണ്. അപ്പോൾ അത് എന്താണ്, അതിന്റെ ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടാണ് നോട്ടീസ് അയക്കുന്നത്. പല ആളുകളും വളരെ കാഷ്വൽ ആയിട്ട് ഈ നോട്ടീസിനെ കാണാറുണ്ട്. ചിലപ്പോൾ റിപ്ലൈ കൊടുക്കില്ല, അല്ലെങ്കിൽ റെസ്പോൺസ് കൊടുക്കില്ല. അപ്പോൾ അതിന്റെ ഒരു കോൺസിക്വൻസസ് എന്ന് പറയുന്നത് കുറച്ച് ഹെവി ആയിരിക്കും. ഈ സെക്ഷൻ 133(6) പ്രകാരമുള്ള നോട്ടീസസിന് റിപ്ലൈ കൊടുക്കുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ സെക്ഷൻ 272(a)(2)(c) പ്രകാരം പെർ ഡേ 500 rupees വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്നും പെനാൽറ്റി ഈടാക്കാനായിട്ട്, അതായത് നോൺ കംപ്ലയൻസ് പീരീഡ്, നിങ്ങൾ 10 ദിവസമാണ് ഇത് ഡിലേ ആയതെന്നുണ്ടെങ്കിൽ 5000 രൂപ വരെ ഫൈൻ അടയ്ക്കാനുള്ള സ്കോപ്പ് സെക്ഷൻ 272 പ്രകാരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം നോട്ടീസുകൾ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് കാഷ്വൽ ആയിട്ട് കാണാതെ എന്തുകൊണ്ടാണ് ആ നോട്ടീസ് വന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് റെസ്പോൺസ് ഫയൽ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫയൽ ചെയ്യുക. നമുക്ക് 1-2 പ്രാക്ടിക്കൽ സെനാരിയോ നോക്കാം. 133(6) പ്രകാരം നോട്ടീസ് വന്നിട്ടുള്ള ചില കേസുകൾ നോക്കാം. പലപ്പോഴും NRIസിനാണ് ഈ സെക്ഷൻ 133(6) പ്രകാരം നോട്ടീസ് വരാറുള്ളത്. പല ഹൈ വാല്യൂ ട്രാൻസാക്ഷൻസും ചിലപ്പോൾ NRIs നടത്തിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ നോട്ടീസിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും, കോളിംഗ് ഫോർ ഇൻഫർമേഷൻ അണ്ടർ സെക്ഷൻ 133(6) ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്. അത് ഏത് അസസ്മെന്റ് ഇയറിലാണ്, ഏത് പീരീഡിലെ നോട്ടീസസ് ആണ്, ഏത് പീരീഡിലെ ഡീറ്റെയിൽസ് ആണ് അവർക്ക് വേണ്ടതെന്ന് വളരെ സ്പെസിഫിക് ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് ഇതൊരു NRIക്ക് വന്നിരിക്കുന്ന നോട്ടീസാണ്. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം. അപ്പോൾ നോർമലി ചിലപ്പോൾ NRO അക്കൗണ്ടിലായിരിക്കും ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. 23 ലക്ഷം രൂപയുടെ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ സോഴ്സ് എന്താണ് എന്നാണ് ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്. മറ്റൊന്നുള്ളത് NRO ഡെപ്പോസിറ്റ്സിൽ അല്ലെങ്കിൽ മറ്റ് ലോക്കൽ FDകളിലോ അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 1,63,000 രൂപയുടെ അടുത്ത് ഇൻട്രസ്റ്റ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് അതിന്റെ സോഴ്സ്? മറ്റൊരു കാര്യം ചോദിച്ചിട്ടുള്ളത് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഫിക്സഡ് ഡെപ്പോസിറ്റ്, ടൈം ഡെപ്പോസിറ്റ്സിൽ അത് NRE ഡെപ്പോസിറ്റ്സ് ആണെങ്കിൽ പോലും ആ ഒരു ഇൻഫർമേഷൻ ഡിപ്പാർട്ട്മെന്റിന് അവൈലബിൾ ആണ്. അപ്പോൾ അതിന്റെ സോഴ്സ് എന്താണ്? മിക്കവാറും അത് NRE ഡെപ്പോസിറ്റ്സ് ആയിരിക്കും. അപ്പോൾ പല NRIസിനും NRE ഡെപ്പോസിറ്റ്സുകൾ ഉണ്ടായിരിക്കാം. അപ്പോൾ 75 lakhsന്റെ ഡെപ്പോസിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിന്റെ സോഴ്സ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത് 45 lakhsന് ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്തതിന്റെ സോഴ്സ് എന്താണ്? പലപ്പോഴും ഈ NRIസിന്റെ കേസിൽ ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് അവരുടെ NRI ഫണ്ടിങ് ആയിരിക്കും, അതായത് എബ്രോഡിൽ നിന്നുള്ള ഇൻകം ആയിരിക്കാം അവരുടെ സോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ശേഷം ഈ ഒരു ടേബിൾ തന്നതിന് ശേഷം പിന്നെ ചോദിച്ചിരിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേൺ ആ വർഷം ഫയൽ ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ നാച്ചർ ഓഫ് ബിസിനസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ആക്ടിവിറ്റിയാണ് നടത്തുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് അറിയില്ല ഇദ്ദേഹം NRI ആണെന്നുള്ളത്. അത് മാത്രമല്ല നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, IFSC കോഡ്, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, ആ പർട്ടിക്കുലർ ഫിനാൻഷ്യൽ ഇയറിലെ അക്കൗണ്ട് ഡീറ്റെയിൽസുകൾ, അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ, ഇത്തരം ട്രാൻസാക്ഷൻസിന്റെ ഡീറ്റെയിൽസുകൾ വേണം. അതുപോലെ തന്നെ ഈ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയതിന്റെ സോഴ്സ് എന്താണ്, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൂടാതെ നിങ്ങൾ NRI ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നോൺ റെസിഡന്റ് ആണെന്നുണ്ടെങ്കിൽ
അത് തെളിയിക്കാനുള്ള രേഖകൾ കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ നോട്ടീസ് വന്നിരിക്കുന്നത്. ഇനി NRI അല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം 133(6) നോട്ടീസ് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരുപക്ഷെ റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തണമെന്നുണ്ടെങ്കിൽ സേ ഇപ്പോൾ 45 lakhs ഒരു പ്രോപ്പർട്ടി വാങ്ങിച്ചിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ 75 ലക്ഷം രൂപയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇതിന്റെ സോഴ്സ് എന്ന് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് സാധിക്കണം. ഇത്തരം നോട്ടീസുകൾക്ക് റിപ്ലൈ കൊടുക്കേണ്ടത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ കുറച്ച് ടെക്നിക്കൽ സ്കില്ല്, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾ എന്തായാലും ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് തേടേണ്ട ഒരു ഏരിയയാണ്. കാരണം നിങ്ങൾ കാഷ്വൽ ആയിട്ട് റിപ്ലൈ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ നോട്ടീസ് ചിലപ്പോൾ അവിടെ ക്ലോസ് ആവില്ല. അതിനുശേഷം കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള സെക്ഷൻ 148A, അതായത് ഇൻകം എസ്കേപ്പിംഗ് അസസ്മെന്റിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകൾ ഇതിലുണ്ട്. അപ്പോൾ ആ 148A നിന്ന് സെക്ഷൻ 148 പോകാനായിട്ട് കുറച്ചുകൂടി സിവിയർ ആയിട്ടുള്ള പ്രൊസീഡിങ്സിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ 133(6) നോട്ടീസ് വരുന്ന ആളുകൾ ആ നോട്ടീസിന് ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ കാണുക. അതിന് കൃത്യമായിട്ടും കറക്റ്റ് ആയിട്ടുള്ള റെസ്പോൺസ് ഫയൽ ചെയ്യുക. ഈ സെക്ഷൻ 133(6) നോട്ടീസ് വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് റിലാക്സേഷനോ ഒന്നുമില്ല. ഉദാഹരണത്തിന് നിങ്ങൾ സീനിയർ സിറ്റിസൺ ആണ്, അതുകൊണ്ട് മറുപടി കൊടുക്കാനായിട്ട് വിട്ടുപോയി, അല്ലെങ്കിൽ നിങ്ങൾ നാട്ടിലുണ്ടായിരുന്നില്ല, NRI ആണ്, ആ ഒരു റീസൺ പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒഴിവാവാനായിട്ട് സാധിക്കില്ല. അപ്പോൾ കൃത്യമായിട്ട് ഇതിന് റെസ്പോൺസ് കൊടുക്കുക. മിക്കവാറും നോട്ടീസിൽ ഒരു ഡ്യൂ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ റെസ്പോൺസ് ഫയൽ ചെയ്തിടുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനലിന്റെ വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.